ഹലോ, വെൽക്കം ടു വി ഫോർ യു. ഇന്ന് നമ്മൾ നോക്കുന്നത് 2025 ഓഗസ്റ്റ് മാസത്തിൽ PSC ബുള്ളറ്റിൽ വന്നിട്ടുള്ള കറണ്ട് അഫേഴ്സാണ്. ഇതിൻ്റെ ഒരു പാർട്ട് നമ്മൾ പാർട്ട് 2 ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ പാർട്ട് 2ൻ്റെ കണ്ടിന്യൂവേഷനാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2023. അതിൽ മികച്ച നടന്മാർ ഷാറൂഖ് ഖാൻ ജവാൻ ഫിലിം ജവാനാണ്. ഇനി വിക്രാന്ത് മാസി 12th ഫെയിൽ. മികച്ച നടി റാണി മുഖർജി ഏതാ ഫിലിം? മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ. ഇനി മികച്ച സിനിമ 12th ഫെയിൽ. സംവിധാനം വിനോദ് ചോപ്ര. ഇനി മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ. ഫിലിം ഏതാ? ദ കേരള സ്റ്റോറി. ഇനി മികച്ച സഹതാരങ്ങൾ മുത്തുപ്പെട്ടി സോമു ഭാസ്കർ. ഫിലിം ഏതാണ്? പാർക്കിംഗ്. ഇനി ജാനകി ബോദിവാല ഏതാ ഫിലിം? വാഷ്. ഇനി മലയാള സിനിമ മികച്ച സഹനടൻ വിജയരാഘവൻ, മികച്ച സഹനടി ഉർവശി, മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്, മികച്ച പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസ് ഏതാ ഫിലിം? 2018. ഇനി മികച്ച എഡിറ്റർ മിഥുൻ മുരളി, പൂക്കാലം ഫിലിം. ഇനി ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് 754 നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് ശുഭ്മാൻ ഗിൽ. ഒരു ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിൽ കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ 2020 ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത്. ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ 2020 ക്രിക്കറ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത്. ഇനി വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം ബ്രസീലിന്. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കൊളംബിയയെ 5-4 പരാജയപ്പെടുത്തി. ബ്രസീലിൻ്റെ 9ാം കോപ്പ അമേരിക്ക കിരീടമാണിത്. വനിതകളുടെ കോപ്പ അമേരിക്ക ഫുട്ബോൾ കിരീടം ബ്രസീലിന്. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ കൊളംബിയയെ 5-4 പരാജയപ്പെടുത്തി. ബ്രസീലിൻ്റെ 9ാം കോപ്പ അമേരിക്ക കിരീടമാണിത്. ഇനി വനിതാ യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം ഇംഗ്ലണ്ടിന്. ഫൈനലിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തി. വനിതാ യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം ഇംഗ്ലണ്ടിന്. ഫൈനലിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തി. ഇനി കമ്മ്യൂണിറ്റി ഷീൽഡ് ഫുട്ബോൾ കിരീടം ക്രിസ്റ്റൽ പാലസിന്. ഫൈനലിൽ ലിവർപൂളിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-2 തോൽപ്പിച്ചു. കമ്മ്യൂണിറ്റി ഷീൽഡ് ഫുട്ബോൾ കിരീടം ക്രിസ്റ്റൽ പാലസിന്. ഫൈനലിൽ ലിവർപൂളിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 3-2 തോൽപ്പിച്ചു. ഇനി ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടറായിട്ട് ES പത്മകുമാർ നിയമിതനായി. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൻ്റെ ഡയറക്ടറായി ES പത്മകുമാർ നിയമിതനായി. ഇനി വിക്രം സാരാഭായ് സ്പേസ് സെൻ്റർ ഡയറക്ടറായി ഡോക്ടർ A രാജരാജനെ നിയമിച്ചു. ഇനി പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മഹാദേവ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളികളായ ഭീകരർക്കെതിരെ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ മഹാദേവ്. ഇനി വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം. വയോജനങ്ങൾക്ക് വീട്ടിലൊരു മുറി നിർബന്ധമാക്കി നിയമം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് കേരളം. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോ സിസ്റ്റം നിർമ്മിക്കാനൊരുങ്ങി ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോ സിസ്റ്റം നിർമ്മിക്കാനൊരുങ്ങി ആന്ധ്രാപ്രദേശ്. ഇനി മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവു വരുത്തുന്നതിന് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട്. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവു വരുത്തുന്നതിന് വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വിത്തൂട്ട്. ഇനി
US മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് 107 ഡേയ്സ്. US മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ സെപ്റ്റംബറിൽ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ് 107 ഡേയ്സ്. ഇനി പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗോവ. പേവിഷമുക്തം എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് ഗോവ. ഇനി ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിൻ്റെ നിർമ്മാണം തുടങ്ങി ചൈന. ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തെ ഏറ്റവും വലിയ അണക്കെട്ടിൻ്റെ നിർമ്മാണം തുടങ്ങി ചൈന. ഇനി ഇന്ത്യയിൽ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിച്ച് ഝാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ മൈനിങ് ടൂറിസം പദ്ധതി ആരംഭിച്ച് ഝാർഖണ്ഡ്. ഇനി MB ശ്രീനിവാസൻ പുരസ്കാരം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്. MB ശ്രീനിവാസൻ പുരസ്കാരം സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണന്. ഇനി KR മീരയ്ക്ക് ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം. 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. KR മീരയ്ക്ക് ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം. 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. KR മീരയ്ക്ക് ബുക്ക് ബ്രഹ്മ സാഹിത്യ പുരസ്കാരം. 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ E. സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിന്. മലയാറ്റൂർ സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ E. സന്തോഷ് കുമാറിൻ്റെ തപോമയുടെ അച്ഛൻ എന്ന നോവലിന്. ഇനി ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം ഗോകുലം ഗോപാലന്. ചട്ടമ്പി സ്വാമി ജയന്തി പുരസ്കാരം ഗോകുലം ഗോപാലന്. ഇനി പ്രഥമ നാട്യവേദ പുരസ്കാരം നർത്തകി പത്മ സുബ്രഹ്മണ്യത്തിന്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. പ്രഥമ നാട്യവേദ പുരസ്കാരം നർത്തകി പത്മ സുബ്രഹ്മണ്യത്തിന്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇനി കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് സാറ ജോസഫിന്. കോഴിക്കോട് യുനെസ്കോ സാഹിത്യ നഗരത്തിൻ്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് സാറ ജോസഫിന്. ഇനി 2024 തിക്കുറിശ്ശി അവാർഡുകൾ നടൻ ശ്രീനിവാസനും നടി മല്ലിക സുകുമാരനും. 2024 തിക്കുറിശ്ശി അവാർഡുകൾ നടൻ ശ്രീനിവാസനും നടി മല്ലിക സുകുമാരനും. ഇനി PT ചാക്കോ പുരസ്കാരം PJ ജോസഫിന്. PT ചാക്കോ പുരസ്കാരം PJ ജോസഫിന്. ഇനി ഝാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഝാർഖണ്ഡ് മുക്തി മോർച്ച സ്ഥാപക നേതാവുമായ ഷിബു സോറൻ അന്തരിച്ചു. ജമ്മു കാശ്മീർ, ബീഹാർ, ഗോവ, മേഘാലയ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ മുൻ ഗവർണർ സത്യപാൽ മാലിക് അന്തരിച്ചു. പ്രേം നസീറിൻ്റെ മകനും നടനുമായ ഷാനവാസ് അന്തരിച്ചു. ചലച്ചിത്ര മിമിക്രി താരം കലാഭവൻ നവാസ് അന്തരിച്ചു. ഇനി ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച് ജൂലൈ 30 വിക്ഷേപിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് NISAR. ISROയും നാസയും ചേർന്ന് വികസിപ്പിച്ച് ജൂലൈ 30 വിക്ഷേപിച്ച ഭൗമനിരീക്ഷണ ഉപഗ്രഹമാണ് NISAR. ഇനി ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിയുടെ സംവിധാനത്തിൽ വീണ്ടും പ്രദർശനത്തിനെത്തുന്ന ചിത്രമാണ് 2013 പുറത്തിറങ്ങിയ ധനുഷ് ചിത്രമായ റാഞ്ചാന. ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിയുടെ സംവിധാനത്തിൽ വീണ്ടും പ്രദർശനത്തിനെത്തുന്ന ചിത്രമാണ് 2013 പുറത്തിറങ്ങിയ ധനുഷ് ചിത്രമായ റാഞ്ചാന.